പുറത്തുനിന്നുള്ള ആദ്യ കാഴ്ചയിൽ നമ്മൾ കണ്ടു ശീലിച്ചതുപോലൊരു മുസ്ലിം പള്ളിയാണെന്ന് തോന്നുകയേയില്ല. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച പള്ളി ഒരു കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കും. പള്ളിയുടെ നിർമ്മാണം തന്നെയാണ് വലിയ പ്രത്യേകത. തടിയിൽ നിർമ്മിച്ച പള്ളിയുടെ ഉൾവശത്തെ കൊത്തുപണികൾ മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൽ ഇസ്ലാം മതം പരിചയപ്പെടുത്തിയ മാലിക് ദിനാറിന്റെ പുത്രനായ ഹബീബ് ദിനാർ പണി കഴിപ്പിച്ച പള്ളി എന്നാണ് വിശ്വാസം. കേരളത്തിൽ ആദ്യം നിർമ്മിച്ച മുസ്ലിം പള്ളികളിൽ ഒന്നാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. ഇപ്പം നമ്മൾ പുരാതന ഒരു വാണിജ്യ നഗരമാണ് ഇവിടെ. നമുക്ക് ജലമാർഗ്ഗ ഉദാഹരണം ഇതിൻ്റെ തീരത്ത് തന്നെ, ആറിൻ്റെ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അറബികളൊക്കെ കച്ചവടാവശ്യാർത്ഥം വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ നിർമ്മിച്ച പള്ളിയാണിത് എന്നാണ് പറയുന്നത്. ഭിത്തിയിലെ തടിയിൽ കൊത്തിയെടുത്ത ചിത്രങ്ങൾ, മനോഹരമായ അകത്തളം, കരിങ്കൽ വാതിൽ, ജനാലകൾ, പള്ളിക്കകത്ത് ഖുർആൻ വചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തുവിദ്യാപരമായി പള്ളിയൊരു കലാസൃഷ്ടിയാണ് എന്ന് തോന്നും. പള്ളിയുടെ മുഖവാരത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കരിങ്കൽ തൊട്ടിയുണ്ട്. പള്ളിയിൽ കയറുന്നതിന് മുൻപ് കാലുകൾ ശുദ്ധി വരുത്താൻ ഇതിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കേരളീയ തനിമയിലുള്ള നിർമ്മാണവും കൊത്തുപണികളും പള്ളിയുടെ പ്രത്യേകതയാണ്. അതിനപ്പുറം മതസൗഹാർദ്ദത്തിന്റെ ചരിത്രം കൂടി താഴത്തങ്ങാടി പള്ളിക്ക് പറയാനുണ്ട്. താഴത്തങ്ങാടി നമുക്കറിയാം, ഇതേപോലെ പുരാതനമായ ഒരു അമ്പലമുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അതിന് തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. അങ്ങനെ മൂന്നും ഒരേ ഒരു ലൈനിലാണ് ഇത് വരുന്നത്. പണ്ട് മുതലേ ആ രൂപത്തിൽ ജനങ്ങൾ വളരെ സൗഹൃദത്തിലാണ് കഴിഞ്ഞു പോരുന്നത്. തെക്കുംകൂർ രാജാവ് പള്ളിക്ക് നൽകിയതെന്ന് വിശ്വസിക്കുന്ന ഒരു വാളും പള്ളിയിൽ കാണാം. വിശ്വാസികൾ മാത്രമല്ല, നിരവധി സഞ്ചാരികളും ചരിത്രം പഠിക്കുന്നവരും പള്ളിയിലേക്ക് എത്താറുണ്ട്. മരത്തൂണുകളുടെ ഉറപ്പിൽ നിൽക്കുന്ന ഇരുനിലകളുള്ള മസ്ജിദ് ഇവിടെ എത്തുന്നവർക്ക് അത്ഭുതം തന്നെയാണ്. അത് ശരിക്കും ആ കാലഘട്ടത്തിൽ വന്ന കുറേ പള്ളികൾ കേരളത്തിൽ ഇതേപോലെ ഉണ്ട്. ഒരു 10-12 പള്ളികൾ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഈ പള്ളി അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രം പറയുന്ന കൊത്തുപണികളാൽ മനോഹരമായ പള്ളി സന്ദർശിക്കാൻ ഒരിക്കൽ സ്ത്രീകളെയും അനുവദിച്ചിരുന്നു. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ 3 വർഷത്തിനു മുൻപ് പള്ളി സന്ദർശിച്ചു മടങ്ങിയതും ചരിത്രമാണ്. ശ്രീകുമാരനും സജയ് കുമാരനുമൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.